കല് ഹായ് പറ, കുഞ്ഞു ഹായ് പറ. കാണണ്ട കാണണ്ട. ഹലോ, ഇന്ന് നമ്മുടെ ജോർജിയയിലത്തെ അവസാനത്തെ ഡേയുടെ വീഡിയോ ആണ് കേട്ടോ കാണാൻ പോണത്. ഞങ്ങൾക്ക് പാക്കേജിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു എക്സ്ട്രാ ഡേ ആണിത് കേട്ടോ. ഹായ് പറയണേ. ഇതെന്താ കല്ലും മൂക്ക് ഇങ്ങനെ അങ്ങനെ ചില്ല് ചെയ്തിട്ട് നമ്മളിന്ന് യാത്ര തുടങ്ങുകയാണ്. നമ്മളുടെ വണ്ടി നമ്മൾ മുന്നേ പോയിരുന്ന 4 ദിവസത്തെയും വണ്ടി ആയിരുന്നില്ല, ഡ്രൈവറും മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് മഴയിലത്തൊക്കെ പെട്ടിട്ടാന്ന് തോന്നുന്നു ആ വണ്ടിക്ക് പ്രശ്നമായിട്ട് വേറൊരു ഡ്രൈവറാണ് നമ്മളെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുഴപ്പമില്ല, ആളെക്കാട്ടും നല്ലൊരു നമ്മളോടൊക്കെ നല്ല മിംഗ്ലിങ്ങും നല്ല പെരുമാറ്റമുള്ള ഒരു ഡ്രൈവർ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയത്. പിന്നെ ഈ പോകുന്ന വഴികളിലൊക്കെ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റിയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒരു പ്രത്യേകതയാന്ന് തോന്നുന്നു, ഈ ക്ലിയർ ആയിട്ടുള്ള സ്കൈ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര വീഡിയോസിലൊക്കെ കാണാനായിട്ടും നല്ല ഭംഗിയാണ്. ഈ മേഘങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ കിടക്കണതും മഞ്ഞുമലകൾ ദൂരെ നിന്ന് കാണുന്നതും ഒക്കെ കാണുമ്പോൾ മെൻ്റലി തന്നെ നമ്മളൊന്ന് റിഫ്രഷ് ആവുന്ന ഒരു ഇതാണ് കേട്ടോ. നമ്മളിന്ന് ഗോരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഗോരി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഇത്തിരി ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമൊക്കെയാണ്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് പോകുന്നത് ചരിത്രം ബേസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ്. ഹിസ്റ്ററി പണ്ട് പഠിക്കുമ്പോൾ അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഇപ്പോഴും വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ചരിത്രത്തിൽ നമ്മൾ ബുക്കുകളിൽ വായിച്ചിട്ടുള്ള ഒരു സംഭവം നമ്മളുടെ നേരിട്ട് നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അതൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോണത് നമ്മൾ പേജുകളിലൂടെ നമ്മുടെ പുസ്തകങ്ങളിലൂടെ നമ്മൾ കണ്ട് പരിചയിച്ച സ്റ്റാലിൻ, ജോസഫ് സ്റ്റാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറ്റവും നല്ല നേതാവിൻ്റെ മെമ്മറീസൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മ്യൂസിയത്തിലേക്കാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളൊരു ട്രെയിൻഡ് ബോഗിയാണ് നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താ പറയുക, ആ മെമ്മറീസ് ജോസഫ് സ്റ്റാലിൻ്റെ ആ കാലഘട്ടത്തിലത്തെ മെമ്മറീസ് ഉൾക്കൊള്ളുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഇവിടേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പൊരിഞ്ഞ മഴയായിരുന്നെങ്കിൽ ഈ ദിവസം പൊരിഞ്ഞ വെയിലാണ്. ഇതാണ് കേട്ടോ ജോസഫ് സ്റ്റാലിൻ. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ എല്ലാ ബുക്കുകളിലും ചരിത്ര ബുക്കുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കണ്ടാലോ? ഇവിടെ താഴത്തെ ഫ്ലോറിൽ കുറേയൊക്കെ നമ്മളുടെ ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഭീകരതയെ കുറിച്ചിട്ടൊക്കെയുള്ള കുറേ നോട്ടുകളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ 2ാം ലോക മഹായുദ്ധത്തിൻ്റെയൊക്കെ ആ കാലഘട്ടങ്ങളിൽ അവരനുഭവിച്ചിരുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി നമുക്ക് ഈ ഫോട്ടോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ലല്ലോ, ഇപ്പോഴും യുദ്ധങ്ങളൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലായിട്ട്. അതൊക്കെ നമുക്ക് എത്രത്തോളം വിഷമം എത്രത്തോളം പേരിൽ എത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. സാധാരണ ജനങ്ങളെയാണ് കൂടുതലത് ബാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭീകരതയൊക്കെ നമുക്ക് ഇവിടെ ആ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാവും കേട്ടോ. ജോസഫ് സ്റ്റാലിൻ്റെ അമ്മ, അച്ഛൻ അവരൊക്കെ യൂസ് ചെയ്തിരുന്ന ഓരോ സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇതൊക്കെ നേരിൽ കാണുമ്പോണ്ടല്ലോ നമുക്ക് ബുക്കുകളിലൂടെ വായിച്ചറിഞ്ഞ് ഇവരുടെ ഓരോ സാധനങ്ങളൊക്കെ നമ്മളുടെ കണ്ണുമുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇത് ജോസഫ് സ്റ്റാലിൻ എന്ന കസേരയും ടേബിളൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എനിക്ക് എന്തൊക്കെയോ ഒരു കുളിര് കോരുന്ന ഒരു എഫക്റ്റാണ് കേട്ടോ. എന്തോ നമ്മൾ
ബുക്കുകളിൽ മാത്രം വായിച്ചറിഞ്ഞ ആൾക്കാരുടെ സാധനങ്ങളൊക്കെ, പണ്ടത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അതൊക്കെ കേട്ടോ. ആൾ യൂസ് ചെയ്തിരുന്ന ജാക്കറ്റ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ അപ്സ്റ്റേഴ്സിലായാലും ഈ സ്റ്റാലിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലത്തെ ഓരോ പിക്ചേഴ്സും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതൽ മരണം വരെയുള്ള കുറേ ഓർമ്മകളുമാണ് ഈ മ്യൂസിയത്തിൽ ഉള്ളത്. ഇത് അദ്ദേഹം ജനിച്ചു വളർന്ന വീടിൻ്റെ ഒരു മിനിയേച്ചറാണ്. കുട്ടികളൊക്കെ വലിയ ബോറടിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ജോസഫ് സ്റ്റാലിൻ എൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകൾ, അങ്ങനെ കുറേ മെമ്മറീസ് കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ട്. അവിടെ തന്നെ നോക്കുമ്പോൾ സ്റ്റാലിൻ്റെ പണ്ടത്തെ ജനിച്ച് വളർന്ന വീട് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മിനിയേച്ചറാണ് നമ്മൾ മ്യൂസിയത്തിൽ കണ്ടത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ പോയത് ഗോരിയിൽ തന്നെയുള്ള ഒരു കോട്ടയിലേക്കാണ്. നമ്മുടെ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിച്ച സ്ഥലങ്ങളല്ല കേട്ടോ അവർ കൊണ്ടുപോയിട്ടുള്ളത്. അവർ ഇവിടുത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസസ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ ഇത്രയും നട്ടപ്പുറ വെയിലത്ത് നമ്മളെ കൊണ്ടുപോയത്, എന്താ പറയുക, തണുപ്പുണ്ടെങ്കിലും നല്ല വെയിലും ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ടാൻ അടിക്കാൻ പാകത്തിനുള്ള വെയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഫോർട്ട് വല്ല കുന്നിൻ്റെ മുകളിലൊക്കെയാണ്. അപ്പോൾ അത്രയും ദൂരം നടന്ന് നമ്മൾ എത്തുമ്പോഴേക്കും നമ്മൾ വശം കെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുട്ടികളും ഈ കോട്ടയിലേക്കൊക്കെ നല്ലോണം സ്റ്റെപ്പുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ കയറി എത്തുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഒരു വശം കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കയറും, കുറച്ച് റെസ്റ്റ് എടുക്കും, കുറച്ച് പിന്നെയും കയറും, പിന്നെയും റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ ടോപ്പിലെത്തിയത്. അത്യാവശ്യം പാടുപെട്ടു കേട്ടോ ഈ ഫോർട്ടിൻ്റെ മേലേക്ക് എത്താനായിട്ട്. കുട്ടികളൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടാണല്ലോ. കല്ലൊക്കെ സ്പീഡിൽ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇത്തിരി എനർജി കൂടുതലായിരുന്നു. അമ്മമാർക്കും അച്ഛന്മാർക്കായിരുന്നു പ്രശ്നങ്ങളൊക്കെ. ആ ഫോർട്ടിൻ്റെ മേലെ എത്തിയോടുകൂടി ഞാനും മിന്നൂസും ഒരു സൈഡായി. ഞങ്ങൾ വെയിൽ ഇല്ലാത്ത സ്ഥലം തണൽ നോക്കിയിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞു. അവിടെയുള്ളൊരു ഫ്ലാഗാണ് കേട്ടോ ഫോർട്ടിൻ്റെ മേലെ നമ്മൾ ആദ്യം കണ്ട ഫ്ലാഗാണിത്. അതിൻ്റെ മേലെ ഉണ്ടായിരുന്നൊരു ടെലസ്കോപ്പാണ് കേട്ടോ അത്. അതിൽ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ മലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് സൂം ചെയ്തിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ട് നമുക്ക് ഗോരി സിറ്റി നമുക്ക് നല്ല രസത്തിൽ കാണാം കേട്ടോ. മേഘങ്ങളും ഒക്കെ മലകളും ഒക്കെ കൂടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. നട്ടപ്പുറ വെയിലത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കല്ലു കണ്ടുപിടിച്ച ഒരു മെത്തേഡാണിത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഫോർട്ടിൽ. നമ്മൾ ആ മുകളിൽ നിന്നിട്ട് കാണുന്ന ആ വ്യൂസ് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഫോർട്ടിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റണത്. അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ഇറങ്ങിയപ്പോൾ കണ്ടൊരു വ്യൂ ആണ് കേട്ടോ. അവിടെ കുറേ ജഡ്ജിമാർ, ഇവർക്ക് ഇഷ്ടമില്ലാത്ത ജഡ്ജിമാർക്ക് നോ എൻട്രി എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ ഫുൾ വൈറ്റ് മയമായിരുന്നു. ചെയറ്, ടേബിള്, ചുമര് എല്ലാം അതും വൈറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ചെയ്ത ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങി. അതെന്ന് പറയുന്നത് ഒരു മ്യൂസിയം പ്ലസ് റിസർവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇന്ന് ഫുള്ള് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. വേറെ എൻ്റർടൈനിങ് ആയിട്ടുള്ളതൊന്നും അധികം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ റിസർവിലേക്ക് കടക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. താഴെയൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് കയറിയിട്ട് വേണം ആ റിസർവ് മ്യൂസിയം ഒക്കെ കാണാൻ വേണ്ടിയിട്ട്.
അത്യാവശ്യം വലിയൊരു മരം ഇവിടെ നിൽക്കണ കണ്ടില്ലേ, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുത്തൊഴുക്ക് കണ്ടിട്ട് അത്യാവശ്യം പേടിച്ചു പോയി ഞങ്ങൾ. അത്രയും കുത്തൊഴുകുള്ളൊരു പുഴയായിരുന്നു. അതിലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ചെന്ന് ചേരുക എന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയും ഒഴുക്കുള്ളൊരു പുഴയായിരുന്നു കേട്ടോ. പക്ഷേ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും നേരം ഗോരി ഫോർട്ടിൽ നിന്നിട്ട് ചൂട് കൊണ്ടിട്ട് ഈ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം കുട്ടികളായിട്ട് അവിടെ തന്നെ നിന്നു. കണ്ടില്ലേ, ഈ ടണലിൽ കൂടിയാണ് നമുക്ക് മേലെത്തേണ്ടത്. അത്യാവശ്യം നീളമുള്ള ടണലാണ്, പക്ഷേ സ്റ്റെപ്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കയറാനായിട്ട് അത്ര വലിയ പ്രശ്നം തോന്നിയില്ല. നമ്മൾ മുകളിലെത്തിയിട്ട് താഴോട്ട് നോക്കുമ്പോഴാണ് പേടിയാവുക കേട്ടോ. ഈ തുരങ്കത്തിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീഴാൻ പോകുന്നൊരു എഫക്റ്റൊക്കെ തോന്നും. പിന്നെ ഇതൊക്കെ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റണത് കുറേ പാറക്കെട്ടുകൾ പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് പണ്ട് ജോർജിയയിലുണ്ടായിരുന്ന ആൾക്കാർ താമസിച്ചിരുന്ന കേവുകളാണ് ഇവിടെ റിസർവ് ചെയ്തിട്ട് അവർ വെച്ചിരിക്കുന്നത്. ഇവിടെ അവർ താമസിച്ചിരുന്ന പലതരത്തിലുള്ള കേവുകളുണ്ട്. ഇപ്പം നമ്മൾ താമസിക്കുന്ന പലതരം വീടുകളില്ലേ, പലർക്കും പല മോഡൽ വീടുകൾ, അതേപോലെ ഗുഹകളിലും അവർ അത്രയും വെറൈറ്റികളുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെല്ലുമ്പോൾ. ചില സ്ഥലത്ത് നല്ല റൗണ്ടഡ് ആയിട്ടുള്ള കേവായിരിക്കും, ചില സ്ഥലത്ത് സ്ക്വയർ ഷേപ്ഡ് പോലത്തെ, പിന്നെ ചില സ്ഥലത്ത് ഈ കുഴികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പോലത്തെ, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള പല ഡിഫറെൻറ്റ് കേവുകളാണ്. ഇവിടെയൊക്കെ പണ്ട് മനുഷ്യന്മാർ താമസിച്ചിരുന്നതാണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. നമ്മളിത് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബഹ്റൈനിലുള്ള കുറേ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ടൂറാണ് ജോർജിയയിലേക്ക്. ഞാനൊക്കെ പണ്ട് തൃശ്ശൂർ പീച്ചി ഡാമിലേക്കും ബിസ്ക്കറ്റ് കമ്പനി കാണാനാണ് ആദ്യമായിട്ട് ടൂറ് പോയത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഒരു ഇതൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ എത്ര ലക്കിയാണല്ലേ. ഈ പണ്ട് താമസിച്ചിരുന്നവർക്ക് ഇവിടെ തന്നെ ഒരു വൈൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലവും അതുപോലെ തന്നെ അവർക്ക് പ്രാർത്ഥിക്കാനായുള്ള പള്ളികളും ഒക്കെ ഇതിൻ്റെ മേലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ഇങ്ങനെ കല്ലും ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശ്വാസം എന്താണെന്ന് അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കുട്ടികളൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കല്ലൊക്കെ കരഞ്ഞു പൊളിക്കായിരുന്നു കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയായിട്ടും മഞ്ഞായിട്ടൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഭയങ്കര വെയിലത്താണ് നമ്മുടെ ഇന്നത്തെ ദിവസം ഫുള്ള്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. വന്നിട്ട് കിടന്നുറങ്ങിയതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാൻ പോയി. അന്നത്തെ ദിവസം നമ്മുടെ കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ തിരിച്ച് ദോഹയിലേക്ക് പോവാണ്, ഖത്തറിൽ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഡ്രൈവർ വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിലൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു സംഭവങ്ങളൊന്നല്ല നടക്കുന്നത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും. സോ ഇതൊക്കെ എനിക്ക് എന്ന് പറയുന്നത് ഒരു ഡ്രീമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡ്രീമാണ്. ഒരു ഡ്രീം നമുക്ക് സ്വപ്നങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണല്ലേ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം കുറേ നേരം വെയിറ്റിംഗൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ്. ഷാർജയിൽ വീണ്ടും തിരിച്ചു പോയിട്ട് വേണം നമുക്ക് ദോഹയിലേക്ക് എത്താനായിട്ട്.
ഫ്ലൈറ്റിൽ കുട്ടികളെ പിടിച്ചിരുത്തി 3 മണിക്കൂറൊക്കെ പിടിച്ചിരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. കല്ലൂനും അതേപോലെ ഫുഡൊക്കെ കൊടുത്തിട്ടും പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു വാട്ടർ മാജിക് ബുക്കാണ്. അതൊക്കെ വെച്ചിട്ടാണ് കല്ലു കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് തരുന്നത്. ഇതൊരു നല്ലൊരു റെമഡിയാണ് കേട്ടോ. ഈ അമ്മമാർ കുട്ടികളായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് വാങ്ങി കൊടുത്താൽ കുറേ നേരമൊക്കെ ഇങ്ങനെ കളറടിച്ചിട്ടൊക്കെ അവർ ഇരിക്കും. അത് ഞാനിതിൽ ടാഗ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഷാർജയിലെത്തി. ഷാർജയിൽ നിന്ന് വീണ്ടും ഫ്ലൈറ്റ് കയറി നമ്മൾ ദോഹയിലേക്ക് അങ്ങനെ നമ്മൾ 3.5 മണിക്കൂറത്തെ ട്രാവലിങ് കഴിഞ്ഞിട്ട് നമ്മൾ ദോഹയിലെത്തി. ഇനി നമ്മൾ വീട്ടിലോട്ട്. എടി നമ്മൾ ഖത്തറിലെ റൂമിൽ പോവാം. റൂമിൽ പോണ്ട, കുഞ്ചേച്ചിയുടെ കൂടെ പോയാൽ മതിയോ? അയ്യ, ഇനി അടുത്ത ടൂറിന് അവരുടെ കൂടെ പോയി. ടെസ്ലയിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ടെസ്ലയിൽ കയറാനും പറ്റി. അങ്ങനെ നമ്മുടെ ജോർജിയൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ എപ്പിസോഡും കണ്ടവരുണ്ട്, ഇനി കാണാത്തവരുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക.